ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇത് മിക്ക കറികൾക്കും ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ടാമറിൻഡ് പേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സമയം കിട്ടുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി സൂക്ഷിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു വർഷത്തോളം ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. 1/2 കിലോ വാളൻപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പെറുക്കിയെടുത്ത പുളിയാണ്, കുരുവോട് കൂടിയ പുളിയാണ്. ഈ പുളി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റീൽ ചെരുവത്തിലാണ് തയ്യാറാക്കുന്നത്. 1/2 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലെ പൾപ്പെല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഒരു വലിയ ചെരുവത്തിലേക്ക്, സ്റ്റീൽ ചെരുവം എടുക്കണം. അതിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഈ പൾപ്പെല്ലാം നമുക്കൊന്ന് എടുക്കാം. വലിയ കണ്ണുള്ള അരിപ്പയിലൂടെ നമുക്ക് ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. സാമ്പാർ, അവിയൽ, കോക്കനട്ട് ചട്നി, തീയൽ, ഇഞ്ചിക്കറി, ഇങ്ങനെ ഒരുപാട് കറികൾക്ക് ഉപയോഗിക്കേണ്ടതാണ് ഈ പേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ പുളിയൊക്കെ പിഴിയാനിടുമ്പോഴത്തേക്ക് ചിലപ്പം കുറച്ചൊക്കെ അധികമായിട്ട് നമ്മളത് കളയേണ്ടതായിട്ട് വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ടാമറിൻ്റെ പേസ്റ്റ് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വളരെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. ഒട്ടും നഷ്ടമായിട്ട് പോകത്തില്ല. അപ്പം പുളിയുടെ പൾപ്പെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിശിതാണ്, മുഴുവനും തന്നെ നമ്മൾ പൾപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒരു വലിയ സ്റ്റീൽ ചെരുവത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തുടരെ ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിത് ഇട്ടിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതിലെ വെള്ളം നമ്മൾ കുറയണം. വളരെ തിരക്കുള്ള സമയത്ത് പുളി വെള്ളത്തിലിടാനും പിഴിയാനും ഒന്നും മെനക്കെടാതെ ഈ ടാമറിൻ്റെ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പാനിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണുന്നത് പോലെ നന്നായിട്ടൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. വെള്ളം നന്നായിട്ട് കുറയണം. ബിഗ് ബബിൾസൊക്കെ വന്നാൽ അത് പറ്റും. ആ ബബിൾസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും. പതയെല്ലാം അടങ്ങി നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും. ഇനി തുടരെ ഇളക്കണം. ഇതൊരു പകുതി കൂടുതലായിട്ട് വറ്റി വരും. ഇത് കണ്ടില്ലേ, ഇത് നല്ല തിക്ക് പേസ്റ്റായി. ഇനി നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് ഇത് സൂക്ഷിക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നന്നായി ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റായിട്ട് ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.